നമ്മളിപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് വരുന്ന വഴിക്കാണ്. നമ്മൾ വൈത്തിരി കഴിഞ്ഞു ഓൾഡ് വൈത്തിരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾഡ് വൈത്തിരിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന ഫ്ലാറ്റ് ഉള്ളത്. നല്ല മഞ്ഞുള്ള സമയമാണ് കേട്ടോ. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു ആഫ്റ്റർനൂണാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊക്കെ പെരും കോടയാണ്. അപ്പോൾ വയനാട്ടിലൊക്കെ സത്യത്തിൽ ഈ കോടമഞ്ഞ് കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എടുത്തതെന്താ വെച്ചാൽ കാണുന്നവർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കോടമഞ്ഞിൻ്റെ സമയത്ത് ഈ ഒരു റോഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് മിറാജാണ്. മിറാജ് 2018 കംപ്ലീഷൻ ആയത്. വൈത്തിരിത്തെ ഏറ്റവും വലിയ ഒരു ഫ്ലാറ്റാണ്. ആകെ 1-2 ഫ്ലാറ്റേ ഉള്ളൂ ഓൾഡ് വൈത്തിരി. ഒന്ന് നാദിൻ്റെ ആണ്, പിന്നെ ഒന്ന് മിറാജിൻ്റെ ആണ്. കാരണം ഇവിടെ കൺസ്ട്രക്ഷന് കുറച്ച് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് 1-2 ഫ്ലാറ്റിന് മാത്രമേ നിലവിൽ സർക്കാർ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. ഇനി കാര്യമായിട്ട് കൊടുക്കാനും സാധ്യതയില്ല. നമ്മളിപ്പോൾ മിറാജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോടമഞ്ഞിൽ ഇത് കാണാൻ നല്ല രസമാണ്. ആ ഒരു മരങ്ങളൊക്കെ ആ ഒരു ഭംഗി നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. അത്യാവശ്യം ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മളിപ്പോൾ ഇത് കാണുന്നതൊക്കെ പാർക്കിംഗ് ഏരിയ ആണ്. ഫ്രണ്ടേജിലുണ്ട്, ബാക്കിലുണ്ട്. ടോട്ടല് 15 നിലയുള്ളൊരു ബിൽഡിംഗ് ആണ് ഇത്. ഇപ്പം നമുക്ക് മഞ്ഞൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ ഇതിൻ്റെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. ജസ്റ്റ് അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല, ലോങ്ങിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം. വലിയ സ്വിമ്മിംഗ് പൂളാണ്. ഫ്രണ്ടിലൊരു പൂളുണ്ട്. നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലുണ്ട് ഒരു പൂള്. പിന്നെ ചിൽഡ്രൻസ് ഏരിയ, അങ്ങനെ കോമൺ അമ്യൂണിറ്റീസ് ഒരുപാടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടുത്തെ ഒരു കാലാവസ്ഥയും ഇവിടുത്തെ ഒരു വ്യൂവും ഒക്കെ കൂടിയാണ്. ഫ്ലാറ്റ് എടുക്കുന്നവർക്ക് സേഫാണ്. അവർക്ക് വല്ലപ്പോഴും വന്ന് താമസിച്ച് പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഒരു ഫ്ലാറ്റ് എടുത്തിടുന്നത്. അങ്ങനെ വലിയൊരു നമുക്ക് കാര്യമായിട്ടൊരു അത് വല്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പം നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് 9D ആണ് കേട്ടോ. 9th ഫ്ലോറിലാണ് നമ്മൾ ഈ ഫ്ലാറ്റ് ഉള്ളത്. അത്യാവശ്യം ഫർണിച്ചറൊക്കെ ഇതിലുണ്ട്. ഇതിൻ്റെ നിലവിലുള്ള ഓണറും ഇതേപോലെ വല്ലപ്പോഴും വരാറേ ഉള്ളൂ. പുള്ളി ഇപ്പോൾ അപൂർവമായിട്ട് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് പുള്ളി അത് കൊടുക്കാൻ തീരുമാനിച്ചത്. വെറുതെ പൂട്ടിയിട്ടേക്കാണ്. ഇതിൽ 2 BHK ആണ്. 2 ബെഡ്റൂം, നടുക്കൊരു ഹാള്, പുറത്തൊരു ബാൽക്കണി, ഹാളിനോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഓൾമോസ്റ്റ് എല്ലാ ഫ്ലാറ്റും ഇങ്ങനെ തന്നെയാണ് ഉള്ളത്. ഇൻറ്റീരിയറൊക്കെ അവരവർ ചെയ്യുന്നതാണ് എടുത്തതിന് ശേഷം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഇത് മോശമില്ലാത്ത രീതിയിൽ ഇവർ ചെയ്തിട്ടുണ്ട്. കിച്ചണിന് നല്ല വ്യൂ ആണ്. ഇതിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും പുറത്തേക്ക് നല്ല വ്യൂ ആണ്. നല്ല ഫുൾ ടൈം നല്ല തണുത്ത കാറ്റായിരിക്കും കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത്. നമ്മൾ ഏത് വേനലിൽ നിന്നാലും നല്ല തണുപ്പുള്ളൊരു കാറ്റ് കിട്ടും വൈത്തിരി. അപ്പോൾ ഈ ഒരു കിച്ചണിന് ഉള്ളൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ ബെഡ്റൂമിന് ഒരു നല്ല വ്യൂ ഉണ്ട്. ഈ 2 ബെഡ്റൂമിനും അത്യാവശ്യം നല്ല രീതിയിൽ പുറത്തേക്ക് നല്ല വ്യൂ ഉണ്ട്. പിന്നെ ബാൽക്കണി ഉണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. ഇതിൻ്റെ ജനലുകളൊക്കെ വരുന്നത് വലിയ ടൈപ്പ് ജനലുകളാണ്. അതൊക്കെ എല്ലാ ഫ്ലാറ്റും അങ്ങനെ തന്നെയാണ് വരുന്നത്. പുറത്തേക്കുള്ള വ്യൂ ആണ് ഇവർ വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂമിലും ഓരോ ബാത്റൂമുണ്ട്. 2 BHK അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ നിന്ന് നല്ല അസാധ്യ വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ചെമ്പ്രമല കാര്യങ്ങളൊക്കെ കാണാം. ഇതിപ്പോൾ കൽപ്പറ്റയ്ക്ക് പോകുന്ന റോഡാണ് നമ്മൾ താഴെ കാണുന്നത്. നല്ല വ്യൂ ആണ്. ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടൊക്കെ എത്രയോ ഇരട്ടി വ്യൂ ആണ് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഒരുപാട് മലകളെ വ്യൂ ഉണ്ട്. ലോങ് വ്യൂ കിട്ടും കേട്ടോ നമുക്കിതിൽ. ഈ മഞ്ഞൊന്നും ഇല്ലാത്തൊരു സമയമാണെങ്കിൽ ഒരുപാട് ലോങ് വ്യൂ കിട്ടും. നമ്മളിപ്പോൾ സെക്കൻഡ് ബെഡ്റൂമിലാണുള്ളത്. സെക്കൻഡ് ബെഡ്റൂമിലും വേറൊരു വ്യൂ ആണ് വരുന്നത്. നമ്മൾ അപ്പുറത്ത് കണ്ട വ്യൂ അല്ല, ഇത് വേറൊരു മലേൻ്റെ വ്യൂ ഒക്കെയാണ് വരുന്നത്. അങ്ങനെ നമുക്ക് എന്താ പറയുക, നല്ലൊരു വ്യൂ ഉള്ള ഒരു ഏരിയയിൽ ഒരു ഫ്ലാറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ഹാപ്പി മൂഡിലൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു ഫ്ലാറ്റാണ്.
ഇതിൻ്റെ മെയിൻ്റനൻസ് ചാർജ് വരുന്ന 1500 രൂപയാണ് പെർ മന്ത് ഇവർ കൊടുക്കുന്നത്. മെയിൻ്റനൻസ് ആയിട്ട് 1500 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് നിലവിൽ ഈ ഫ്ലാറ്റ് ഉള്ളത്. 2 BHK ഫ്ലാറ്റ്. 950 1000 ഇടയിലാണ് ഇതിൻ്റെ ഒരു സൈസ് ഉള്ളത്. ടോപ്പൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള ബെഡൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളത്, ഏറ്റവും ടോപ്പിലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. അത് നിങ്ങളൊന്ന് കാണിക്കാൻ അയച്ചു. സ്വിമ്മിംഗ് പൂളിൻ്റെ ഇപ്പുറത്തുള്ള സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നല്ലൊരു വ്യൂ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചെമ്പ്രമലയൊക്കെ നല്ല തെളിഞ്ഞ് കാണാം കേട്ടോ. നമ്മളിപ്പോൾ ഏതാണ്ടൊരു 15 നിലേൻ്റെ മേലെയാണ് ഉള്ളത്. ഏതാണ്ട് എല്ലാ ഏരിയയും ഈ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ കാണാം. ഇതിൻ്റെ വിലേനെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. അതായത് 2 BHK ഫ്ലാറ്റ് മിറാജിലാണ്, ഓൾഡ് വൈ 3 ആണ്. ആസ്കിങ് റേറ്റ് 65 ലാക്ക്, 65 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ് ചെറുതായിട്ട്. ഇപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിക്കണം. നമ്മളിപ്പോൾ ഉള്ളത് ടോപ്പിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഭയങ്കര ഒരു രസമാണ് ഇവിടെ നിന്നുള്ള ഒരു കുളി. കാരണം ചുറ്റും ഭയങ്കര വ്യൂ ആണ്, ഭയങ്കര തണുപ്പാണ്. ഫുൾ ടൈം ഇതിൻ്റെ ടോപ്പിൽ നല്ല തണുപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫ്ലാറ്റിൻ്റെ വ്യൂ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണ്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ നമ്പറിൽ വിളിക്കുക. നമ്പർ കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോവാം. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ബൈ.